ദൈവത്തിൻ്റെ പൊന്നോമനകള്, പവിഴം പോലെ തൊടുത്തവര്, ഇന്ദ്രനീരം പോലെ ആകാരഭംഗിയുള്ളവര്, മഞ്ഞുപോലെ നിർമ്മലര്, പാലുപോലെ വെണ്മയുള്ളവര്, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പൊന്നോമനകള് ഇന്ന് കത്തിക്കരിഞ്ഞ അടുപ്പിൽ നിന്ന് വലിച്ചെടുത്ത വിറക് കമ്പ് പോലെ ഇന്നിങ്ങനെ നശിച്ച് നാമാവശേഷം കിടക്കണമെങ്കിൽ അതിൻ്റെ കാരണം ആ ജനത്തിൻ്റെ അകൃത്യങ്ങളെക്കാൾ കൂടുതൽ ആ ജനത്തിൻ്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിക്കാൻ വേണ്ടി അയച്ച പ്രവാചകന്മാര് അവരോട് സമാധാനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവസ്നേഹമാണ്, ദൈവം കരുണയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിച്ചില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. അതാണ് വിലാപങ്ങൾ 2:14. നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ നിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിച്ചില്ല. അകൃത്യങ്ങളുടെ മറ നീക്കുന്ന കഠിന വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ദൈവസ്നേഹത്തിന് എതിരായ വചനമാണെന്ന് ചിന്തിക്കരുത്. ദൈവസ്നേഹമാണ്, ദൈവം കരുണയാണെന്ന് പറയുന്നത് മാത്രമേ ദൈവസ്നേഹമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. കഠിന വചനങ്ങളും ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിക്രമങ്ങളും പാപങ്ങളും ജനത്തിന് മുമ്പിൽ പ്രഘോഷിക്കപ്പെടണം. അതിക്രമങ്ങളും പാപങ്ങളും കാലഘട്ടങ്ങളിൽ പ്രഘോഷിക്കപ്പെടണം. അതിക്രമങ്ങളും പാപങ്ങളും വചന പ്രഘോഷണ വേദികളിൽ ജനത്തിന് മുമ്പിൽ അത് വെളിപ്പെടുത്തപ്പെട്ട് ജനത്തിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിക്കപ്പെടണം. ഇത് ദൈവം തന്റെ വിശുദ്ധ കൽപ്പനയാൽ നമുക്ക് നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം തന്നെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം അവർ വേർതിരിച്ചറിയുകയും അതെങ്ങനെ വേർതിരിച്ചറിയാമെന്ന് ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യണം. വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം അവർ അറിയണം, അത് ജനത്തെ പഠിപ്പിക്കണം. ഇത് ദൈവം തന്റെ വിശുദ്ധ കൽപ്പനയാൽ തന്റെ പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത്രേ. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം വ്യക്തികൾ വെച്ച് പുലർത്തുന്ന ആ ഇടർച്ച വെക്കുന്ന മനോഭാവം യേശു വചനം പ്രഘോഷിച്ചിരുന്ന കാലഘട്ടത്തിലും ജനങ്ങൾ വെച്ച് പുലർത്തിയിരുന്നില്ലേ? അത് യേശുവിൻ്റെ അടുത്ത് അവർ പ്രകടിപ്പിച്ചില്ലേ? അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഇത് കഠിനമാണ്, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അവര് ഇടർച്ചപ്പെടുകയാണ്. അവര് യേശുവിന്റെ വചനം കേട്ടപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടിയല്ല അവരുടെ മനസ്സ് തുറന്നത്. അവരിതാ ഈ വചനത്തെക്കുറിച്ച് അവർ പറയുകയാണ്, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇന്നും അനേകർ ഈ ഒരു ദുരാത്മാവിന്റെ പിടിയിലല്ലേ കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് യേശു എന്താണ് ആ സമയത്ത് അവരോട് വെളിപ്പെടുത്തിയത്? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? എന്താ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ ഒരു ചാൻ നീളമുള്ള ആ പിറ്റ്യൂട്ടറി ഗ്ലാൻസിന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്നുള്ളത് ഒരു മുഷ്ക് സ്വഭാവമാണ്, ഒരു മർക്കടമുഷി സ്വഭാവമാണ്. അത് മാത്രമല്ല, നമ്മുടെ ബുദ്ധിക്ക് ആഗ്രാഹ്യമായ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നല്ലേ ഇതുവഴി യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഒരു ഇത്രയും പോകുന്ന ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആണോ നമ്മുടെ എല്ലാത്തിൻ്റെ ആശ്രയം? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളത് സ്വീകരിക്കണം. നിരവധി വ്യക്തികൾ പറയുന്നത് എന്താണ്? എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വചനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഈ രീതി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് ഇതുകൊണ്ട് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നില്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രിയ ദൈവ പൈതലേ, നിത്യനാശത്തിന്റെ പിടിയിലാണ് നീ ഇരിക്കുന്നത് എന്ന കാര്യം നീ മറക്കരുത്. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന വചനങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളതല്ല ഒരു ദൈവ പൈതലിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്നത്. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിത്യജീവന്റെ വചനങ്ങൾ സ്വീകരിക്കണമെന്നല്ലേ യേശു പഠിപ്പിച്ചത്?
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തുടർന്ന് പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ ആത്മാവും ജീവനും ഞാൻ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഈശോ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവം എന്താ പഠിപ്പിക്കുന്നത്? പുതിയ നിയമത്തിലെ കുറച്ച് വചനങ്ങൾ മാത്രമാണ് ദൈവനിവേശിതം എന്നാണോ? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ വചനങ്ങളും ദൈവനിവേശിതമാണ്. യേശു വന്നതോടുകൂടെ പഴയ നിയമമെല്ലാം ക്യാൻസലാക്കി എന്ന് ചിന്തിക്കരുത്. ഏതെങ്കിലും വചനഭാഗങ്ങളോ ഏതെങ്കിലും പുസ്തകങ്ങളോ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് ചിന്തിക്കരുത്. വിശുദ്ധ ലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. 2 തിമോത്തി 3-ാം അധ്യായം അതിൽ 16 മുതലുള്ള തിരുലിഖിതങ്ങൾ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു. പുണ്യ പരിപൂർണതയിലേക്ക് ഈ വചനത്തിലൂടെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങേണ്ടത്. ഇതിനെക്കുറിച്ച് പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുലിഖിതങ്ങൾ, പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിച്ചുയരുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അത് ചിലത് നല്ലത് ചിലത് മോശമെന്ന് ചിന്തിക്കരുത്. ചിലത് ദൈവസ്നേഹമുള്ളത് ചിലത് ദൈവകോപത്തിന്റെ വചനം ചിന്തിക്കരുത്. എല്ലാ വചനങ്ങളും നിത്യരക്ഷയുടെ വചനങ്ങൾ, എല്ലാ വചനങ്ങളും നിത്യജീവന്റെ വചനങ്ങൾ, എല്ലാ വചനങ്ങളും ദൈവത്തിന്റെ ജീവനും ആത്മാവുമാകുന്നത്, എല്ലാ വചനങ്ങളും ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ 2 കാര്യങ്ങൾ തുറന്നു പിടിക്കുകയാണ്. ഏതെങ്കിലും ദൈവവചനത്തോട് ഹൃദയം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില വചനങ്ങൾക്കൊക്കെ ഇത് കഠിനമായി ഞാൻ സ്വീകരിക്കില്ല എന്ന നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ അനുദപിച്ച് കർത്താവിന്റെ സന്നിധി ഹൃദയത്തിൽ പാപങ്ങളെ ഏറ്റുപറയുക. പ്രിയ പൈതലേ, ഇടർച്ചവെക്ക് ദുരുപദേശത്തിൽ ബന്ധനത്തിൽ കുടുങ്ങരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 9:6, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ നിത്യജീവന്റെ വചനം അത് അനുകൂലം പ്രതികൂലമാകട്ടെ, കഠിനമുള്ളത് സ്നേഹം നിറഞ്ഞതാകട്ടെ, കരുണയുടെ കോപത്തിന്റെ ആകട്ടെ, എല്ലാ വചനങ്ങളും എൻ്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണെന്ന് തിരിച്ചറിവോടെ എല്ലാ വചനങ്ങളും സ്വീകരിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ഹൃദയം തുറക്കപ്പെടട്ടെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ വചനമേ, ഓ നിത്യജീവന്റെ വചനമേ, ഓ നിത്യ സത്യമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. എല്ലാവരും ചേർന്ന് വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. സമർപ്പിച്ച് വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളെയും ഈ സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ കുഞ്ഞു മക്കളെയും ഈ യുവതി യുവാക്കന്മാരെയും ഈ സമൂഹങ്ങളെയും ഈ സ്ഥാപനങ്ങളെയും ഓ യേശുവിന്റെ വചനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഹൃദയങ്ങളിൽ നിത്യജീവന്റെ വചനങ്ങൾ അത്ഭുതകരമായി വേരുപാകട്ടെ. സാത്താനുമുള്ള പോരാട്ടത്തിൽ ഈ വചനശക്തിയാൽ സാത്താന്റെ തലയെ തകർക്കത്തക്കവണ്ണം ഈ കുടുംബങ്ങളും ഈ വ്യക്തികളും ഈ സമൂഹങ്ങളും സ്ഥാപനങ്ങളും അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുലിഖിതം,
ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ മാറനാഥ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാനിനാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാനിനാരാധന, ആത്മജരേകിടും ആരാധന. യേശയ്യ പ്രവചനത്തിൽ 52-ാം അധ്യായം 2-ാം തിരുലിഖിതം, ബന്ധനസ്ഥയായ ജെറുസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, പ്രിയ മകനെ, മകളെ, പാരമ്പര്യമായ എല്ലാ ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന് തകരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തമായ യേശുവിൻ്റെ നാമം കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഇടിമിന്നൽ പോലെ യേശുവിൻ്റെ നാമം കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. തലമുറകളായി പാരമ്പര്യമായ എല്ലാ ബന്ധനങ്ങളും അതിൻ്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,